അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ കളമൊഴിയുകയാണ്. ആർലേക്കറാണ് നമ്മുടെ പുതിയ ഗവർണർ. പഴയ ഗവർണറേക്കാളും കടുപ്പക്കാരനായിരിക്കും. അദ്ദേഹം നേരത്തെ ബീഹാറിലിരുന്ന് ഇതിനേക്കാൾ വലിയ അഭ്യാസങ്ങൾ പയറ്റിയ ആളാണ് എന്നൊക്കെ സംഘപരിവാറുകാരും അവരെ അനുകൂലിക്കുന്നവരും പറയുന്നുണ്ട്. ഇത് എവിടം വരെ ചെല്ലും, എങ്ങനെ അവസാനിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും ആർലേക്കർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കളി തുടങ്ങട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ആരിഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കേരളത്തിൽ ഗവർണറായിട്ട് അയക്കുമ്പോൾ ഇത്ര വലിയൊരു വിവാദ പുരുഷനായി തീരും എന്നാരും വിചാരിച്ചില്ല. ഇദ്ദേഹം വ്യക്തമായ ഒരു സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത ആളാണ്. കോൺഗ്രസ്സുകാരനായിട്ട് തുടങ്ങി, സംഘടനാ കോൺഗ്രസ്സുകാരായിട്ട് മാറി, ഭാരതീയ ക്രാന്തിദളിലും പിന്നീട് ഭാരതീയ ലോക്ദളിലും പ്രവർത്തിച്ച് ജനതാ പാർട്ടിക്കാരനായി, അവിടെ നിന്ന് ലോക്ദളുകാരനായി, അങ്ങനെ പിന്നെ കോൺഗ്രസ്സുകാരനായി, കേന്ദ്രമന്ത്രിയായി, രാജീവ് ഗാന്ധിയോട് പിണങ്ങി മന്ത്രിസ്ഥാനം രാജിവെച്ച്, പിന്നെ BJPയിൽ ചേർന്ന്, പിന്നെ BSPയിൽ പോയി, പിന്നെയും BJPയിൽ വന്ന് കേരളത്തിൽ ഗവർണറായിട്ട് വന്ന ആളാണ് ആരിഫ് ഖാൻ. അദ്ദേഹം കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരുന്നു, പിന്നീട് ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ആ ഇരുത്തം വന്ന ഒരു പാർലമെൻറ്റേറിയനാണ്. ഭരണഘടനാ വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആൾ. ജസ്റ്റിസ് സദാശിവത്തെ കേരളത്തിൽ ഗവർണറായിട്ട് അയച്ചപ്പോൾ പിന്നെയും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ കേരളം പോലൊരു സ്ഥലത്ത് ഗവർണറായിട്ട് വരുന്നത് ഉചിതമാണോ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഇടതുപക്ഷക്കാരായ ബുദ്ധിജീവികൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തതാണ്. അദ്ദേഹം വളരെ മാന്യമായിട്ട് ജോലി ചെയ്ത് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. 5 കൊല്ലം തേച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കറിയാം. അതിനപ്പുറത്ത് അദ്ദേഹത്തെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. ആരിഫ് ഖാൻ വന്ന സമയത്ത് ഇങ്ങനെയുള്ള വിവാദങ്ങളോ ആക്ഷേപങ്ങളൊന്നും ഒന്നും ഉണ്ടായില്ല. അദ്ദേഹവും മുഖ്യമന്ത്രിയുമായിട്ട് സർക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇവരാവശ്യപ്പെട്ട മിക്കവാറും കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു. തീരെ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ നോ പറഞ്ഞു. അതിൽ പിണറായി വിജയനും വലിയ നീരസം ഉണ്ടായിരുന്നില്ല. കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ പുനർനിയമിക്കുന്ന ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ തെറ്റിയത്. മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം തിരിച്ചു അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അങ്ങനെ തട്ടുകേടായി മാധ്യമങ്ങൾ പക്ഷം പിടിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന നിലപാടിലേക്ക് ഗവർണർ പോയി. പല വൈസ് ചാൻസലർമാർക്കും കസേര നഷ്ടമായി. അവിടെയൊക്കെ ഇദ്ദേഹം തൻ്റെ ഇഷ്ടപ്രകാരം ഓരോരുത്തരെ നിയമിച്ചു. അവർക്കെതിരായിട്ട് സർക്കാർ പല ഔദ്യോഗിക നടപടികൾ, അച്ചടക്ക നടപടി വരെ കൈക്കൊണ്ടു. ഓരോ ഘട്ടത്തിലും കോടതിയുടെ ഇടപെടലുണ്ടായി. ചിലതിലൊക്കെ ഗവർണർക്ക് ഗുണമായി, ചിലതിലൊക്കെ സർക്കാരിന് ഗുണമായി. അങ്ങനെ രണ്ട് കൂട്ടരും ഗോളുകൾ മാറി മാറി അടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഗവർണർമാരുണ്ടായിട്ട് രാമകൃഷ്ണറാവു മുതൽക്ക് ഇങ്ങോട്ട് മറ്റ് പലരും വിവാദ പുരുഷന്മാർ വരും. രാമകൃഷ്ണറാവു കേരള സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് അയച്ചുകൊണ്ട് വിവാദ പുരുഷനായിട്ട് മാറി. പിന്നീട് വന്ന ഗിരി കേരളത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ അട്ടിമറിച്ച് പഞ്ചാബിൽ ഗവർണറായിട്ട് അയക്കാൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു. വി വിശ്വനാഥിൻ്റെ കാലത്ത് ഇതുപോലെയൊക്കെയുള്ള സർക്കാർ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി. എം.എസ്. നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. വിശ്വനാഥനാണ് എം.എസിനെ അട്ടിമറിക്കുന്നതിലും അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കുന്നതിലും തീരെ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചത്. പിന്നീട് ജ്യോതി വെങ്കടാചലത്തിൻ്റെ കാലത്ത് അന്ന് LDF സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. രാം ദുലാരി സിൻഹ അതിനേക്കാൾ കൂടിയ ഒരു വിവാദ വനിതയായിരുന്നു. ഇങ്ങനെ പലരും ഇവിടെ വന്ന് സൽപ്പേരുണ്ടാക്കുകയും ചിലരൊക്കെ ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്താണ് പോയത്. അപ്പോൾ അങ്ങനെയുള്ളതായി ഈ സംസ്ഥാനത്ത് രാജയ്യയുടെ സമയത്തൊക്കെ പിന്നീട് നമ്മുടെ ഗവായി ഇരിക്കുന്ന സമയത്താണ് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കുക. അതിനെതിരെ മാർക്സിസ്റ്റുകാർ വലിയ കലാപം അഴിച്ചുവിടുകയൊക്കെ ചെയ്തു. ഏതായാലും ആ കാലമൊക്കെ കഴിഞ്ഞിപ്പോൾ ഏതായാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരനായ ഏറ്റവും വിവാദ പുരുഷനായ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ഇനി മേലിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. അദ്ദേഹം സാധാരണ ഗവർണർമാരെ പോലെ അങ്ങനെ രാജ്ഭവനിൽ ചടഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം കേരളത്തിലുള്ള സമയത്ത് വിവിധ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടു. അത് താനൊരു ബോട്ട് മുങ്ങിയ സംഭവമാണെങ്കിൽ ശരിയാണ്. അതല്ല വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചു കൊന്ന സംഭവമാണെങ്കിൽ ശരിയാണ്. ഇതുപോലെയുള്ള ഏത് സംഭവം ഉണ്ടാകുമ്പോഴും അദ്ദേഹം അതിൽ പ്രതികരിക്കുകയും അവരവരുടെ വീട് സന്ദർശിക്കുകയും സംതപ്ത കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പുനലൂർ സർക്കാർ ആശുപത്രിയിൽ വെച്ചൊരു യുവ വനിതാ ഡോക്ടർ കുത്തേറ്റ് മരിച്ചപ്പോൾ മുഖ്യമന്ത്രിയേക്കാളൊക്കെ മുമ്പ് അനുശോചനവുമായിട്ട് മാതാപിതാക്കളെ സന്ദർശിച്ചത് ഗവർണറായിരുന്നു. അതുപോലെ ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു.
പ്രമുഖ വ്യക്തികളുടെയൊക്കെ വിവാഹത്തിന് ക്ഷണിച്ചാൽ അദ്ദേഹം കൃത്യസമയത്തിന് 5 മിനിറ്റ് മുമ്പ് വന്ന് വധുവരന്മാരെ ആശീർവദിക്കുമായിരുന്നു. കേരളത്തിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും കൃത്യമായി അത് നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ സന്ദർഭത്തിലും അദ്ദേഹം നേരിട്ട് ഇടപെടുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിരോധികളുണ്ടായി. അദ്ദേഹത്തെ പല രീതിയിൽ ആക്ഷേപിച്ചവരുണ്ട്. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് കേരളത്തിലെ പ്രസിദ്ധമായൊരു കലാലയത്തിന് മുമ്പിൽ വിദ്യാർത്ഥി സംഘടനക്കാർ ബോർഡ് വെക്കുന്നവരുണ്ട്. തൻ്റെ പരിപ്പിവിടെ വേവില്ല എന്നാണ് സഖാക്കൾ ഉദ്ദേശിച്ചത്. പരിപ്പിൻ്റെ ഇംഗ്ലീഷാണ് ഈ നേരത്തെ പറഞ്ഞ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ. അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടായി. ഇദ്ദേഹത്തെ വഴിയിൽ തടയും എന്ന് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ കാലെടുത്തിയ കുട്ടിയിൽ കാല് തല്ലുപിടിക്കും എന്ന് എത്തപ്പൈക്കാർ പ്രഖ്യാപിച്ചു. അദ്ദേഹം കാലെടുത്തിയ കുട്ടിയില്ല, അതിന് ചെരുപ്പിട്ട് ചവിട്ടി. എത്തപ്പൈക്കാർ പലതരത്തിലുള്ള സമര കോലാഹലങ്ങളും ആഭാസരങ്ങളൊക്കെ നടത്തി അപഹാസ്യരായി. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലെടുത്ത് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി പദയാത്ര നടത്തി എസ്എഫ്ഐക്കാരെ പരിഹസിച്ചു. ശങ്കരൻ ബേക്കറിയിൽ ചെന്ന് ഹലുവ മേടിച്ച് അതിൻ്റെ മാധുര്യത്തിന് ഉടമസ്ഥന്മാരെ പ്രകീർത്തിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വിദ്യകളും അഭ്യാസങ്ങളൊക്കെ പയറ്റിയ ഒരു ഗവർണറായിരുന്നു ആരിഫ് ഖാൻ. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചവരൊക്കെ ഇളിഭരായി എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ അദ്ദേഹത്തെ റോഡിൽ തടയാനുള്ള ശ്രമം എത്തപ്പൈക്കാരുടെ ഭാഗത്തുണ്ടായി. ആ എത്തപ്പൈക്കാരൊക്കെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ പൂജപ്പുര ജയിലിൽ സുഖവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഗവർണറോട് കളിച്ചവരൊക്കെ കളി പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം. ആരിഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളോടും യോജിപ്പുള്ള ആളല്ല ഞാൻ. എന്നാലും 1986 അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മന്ത്രിസമിതി രാജിവെച്ച് പുറത്തു വന്ന കാലം മുതൽക്ക് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം. ആ ബഹുമാനം ഇന്നേ ദിവസവും നിലനിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും ആരിഫ് ഖാൻ ഇവിടുന്ന് പോയി. ഇനി വരുന്ന ആളെങ്ങനത്തെയെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാരുമായിട്ട് സമരസപ്പെട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആരിഫ് ഖാനെ പോലെ ഒരാൾ ഇനി ഗവർണറായിട്ട് വരിക അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ആരിഫ് ഖാൻ, താങ്കൾ ബീഹാറിൽ ചെന്നാലും മലയാളികൾ വലിയൊരു വിഭാഗം ആളുകളുടെ സ്നേഹവും പ്രാർത്ഥനകളും അങ്ങോടൊപ്പം ഉണ്ടാകും. ശുഭയാത്ര. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.